കൊല്ലം കൊട്ടിയം പോലീസ് സ്റ്റേഷൻ പരിസരം തൊണ്ടി വാഹനങ്ങൾ കൊണ്ട് നിറയുന്നു. വർഷങ്ങളായി പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാത്തതിനാൽ സ്റ്റേഷനിലെത്തുന്ന ജനങ്ങൾക്ക് നിൽക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണ്. വാഹനങ്ങൾ ലേലം ചെയ്യാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. കൊട്ടിയം പോലീസ് സ്റ്റേഷന്റെ പിറകുവശത്തായിട്ടാണ് നിരവധി കേസുകളിലായി കസ്റ്റഡിയിലെടുത്ത തൊണ്ടി വാഹനങ്ങൾ കുന്നുകൂടിയത്. വർഷങ്ങളായി കൊണ്ടിട്ട വാഹനങ്ങൾ കാരണം ഇവിടേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും ഇത് ബുദ്ധിമുട്ടായി മാറി. കാടുമൂടി പല വാഹനങ്ങളും ഇന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതോടെ ഇഴജന്തുക്കളുടെ ശല്യം കൂടിയതായും പരാതിയുണ്ട്. നിരവധി കാലങ്ങളായി കൊട്ടിയം പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ മറ്റ് സാമൂഹിക പ്രവർത്തനം നടത്തുന്നതാണ്. കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ പല കേസുകളിലും വരുമ്പോൾ ഈ കൊട്ടിയം സ്റ്റേഷനിൽ ഈ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന ഭാഗം ഒന്ന് നമ്മൾ സന്ദർശിച്ചാൽ നമുക്കറിയാൻ പറ്റും. നിരവധി വാഹനങ്ങൾ ഇവിടെ കിടന്ന് നശിക്കുകയാണ്. തൊണ്ടി മുതലായി സൂക്ഷിച്ചിരിക്കുന്ന വാഹനങ്ങളിൽ കാടുകൾ കയറിയും മഴയും വെയിലും കൊണ്ട് തുരുമ്പെടുത്തും ഇഴജന്തുക്കൾ കയറി വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇപ്പോൾ തൊണ്ടി മുതലുകൾ കൊണ്ടുവന്നാൽ സൂക്ഷിക്കാൻ പോലും കൊട്ടിയം പോലീസ് സ്റ്റേഷൻ്റെ പരിസര പ്രദേശങ്ങളിൽ സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വട്ടം ലേലം ചെയ്താൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 7 വർഷത്തിൽ കൂടുതലായി പിന്നെ ലേലം ചെയ്തിട്ട്. ഇത് ലേലം ചെയ്ത് നടപടി സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ ഉടൻ തന്നെ ഉണ്ടാക്കണമെന്നാണ് ഇവിടുത്തെ അധികൃതരോട് പറയാനുള്ളത്. വർഷാവർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് വാഹനങ്ങൾ ലേലം ചെയ്തു കൊടുക്കുന്ന നടപടിയുണ്ട്. എന്നാൽ 8 വർഷത്തോളമായി ലേലം നടക്കുന്നില്ല. ഇത് കാരണം ഇവിടെ ആർക്കും പ്രവേശിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ തൊണ്ടിയായി പിടിക്കുന്ന വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്ന ആശങ്കയിലാണ് പോലീസുകാരും. എത്രയും വേഗം വാഹനങ്ങൾ ലേലം ചെയ്ത് സ്റ്റേഷനും പരിസരവും സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ജനം, കൊല്ലം.